Hi, I am Deepak, the CEO of Sriyang Company. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പല കർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്ലേറ്റഡ് കർട്ടൻസ്, ദെൻ റിപ്പിൾ ഫോൾഡ് കർട്ടൻസ്, ദെൻ ഐലറ്റ് കർട്ടൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഐലറ്റ് കർട്ടൻസിനെ ഒന്ന് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഐലറ്റ് കർട്ടൻസ് നമുക്കിപ്പോൾ ഒരു വിൻഡോ ആണെങ്കിൽ സ്വയം ആരുടെയും സഹായമില്ലാതെ എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം എന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു റെഡിമെയ്ഡായിട്ട് ഐലറ്റ് കർട്ടൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ. എങ്ങനെ എത്ര ഐലറ്റ് പീസസ് വെച്ച് കവർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തം ആരുടെയും സഹായം ഇല്ലാതെ യു ക്യാൻ കാൽക്കുലേറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ച് ഇന്ന് പറയാൻ പോകുന്ന ഐലറ്റ് കർട്ടൻസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ പിറകിൽ കാണുന്ന ഈ കർട്ടൻസാണ് ഐലറ്റ് കർട്ടൻസ്. ഇതാണ് റെഡിമെയ്ഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന കർട്ടൻസാണ് ഈ ഐലറ്റ് കർട്ടൻസ്. ഈ ഐലറ്റ് കർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതാണ് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കർട്ടൻസാണ് ഐലറ്റ് കർട്ടൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകുന്നത് വളരെ ഒരു റോഡിൽ കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നിങ്ങൾക്ക് കാണാം, ഈ റോഡാണ്. അതിൽ കൂടി ഈ ഐലറ്റ്സ് പോലെയുള്ള റിങ്സ് വെച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഈ റോഡ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന വോളിലോട്ട് നമ്മൾ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റ്സും അതിൻ്റെ വേണ്ട ആക്സസറീസും എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഐലറ്റ് കർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ്സ് നമുക്ക് ഇതിൽ ഐലറ്റ് കർട്ടൻസ് അത്യാവശ്യം വെയിറ്റ് ബെയർ ചെയ്യാവുന്ന റോഡ്സുകളാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ 2 തരത്തിൽ റോഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും ഒന്ന് MS റോഡുമാണ്. അപ്പോൾ ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. സ്റ്റീലാണിത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പെർഫെക്റ്റ് സ്റ്റീലാണ്, 304 ഗ്രേഡ് സ്റ്റീലാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് ആൻറ്റി റസ്റ്റ് പ്രോപ്പർട്ടീസും കൂടി ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീലാവുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അടുത്തതാണ് MS റോഡ്. ഇതാണ് MS റോഡ്. MS റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ കോട്ടഡ് റോഡാണ്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോലെ അത്രയ്ക്ക് ഡ്യൂറബിൾ അല്ല, എന്നാലും ഇതിൻ്റെ വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അത്യാവശ്യം കൂടുതലാണ്. ആകുമ്പോൾ നിങ്ങൾക്ക് ആരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വിൻഡോയുടെ നിങ്ങൾക്ക് ടോട്ടൽ വിഡ്ത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ എത്ര പീസസ് ഓഫ് ഐലറ്റ് കർട്ടൻസ്, റെഡിമെയ്ഡ് ഐലറ്റ് കർട്ടൻസ് വരുന്നു നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞ പോലെ, ഇനി എങ്ങനെയാണ് ഈ ഐലറ്റ് കർട്ടൻസ് നമുക്ക് എത്ര പീസ്, ഒരു വിൻഡോയിൽ എത്ര പീസ് ഓഫ് ഐലറ്റ് കർട്ടൻസ് വേണമെന്ന് ഉള്ളത്. ഇപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഐലറ്റ് കർട്ടൻസ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഐലറ്റ് കർട്ടൻസ്. ഇതാണ് ഒരു പീസ് ഓഫ് ഐലറ്റ് കർട്ടൻസ്. സാധാരണ ഇത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വിൻഡോസിനും നമുക്ക് ഡോറിനും ഒക്കെ വരുന്ന രീതിയിൽ നമുക്ക് 7 ഫീറ്റ് ആയിട്ടാണ് ഇപ്പോൾ കോമൺ ട്രെൻഡ്. 7 ഫീറ്റാണ്. 7 ഫീറ്റ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഐലറ്റ് കർട്ടൻസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇത് പറയുന്നത് ഇതെങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു വിൻഡോയിൽ എത്ര പീസസ് ഓഫ് ഐലറ്റ് കർട്ടൻസ് വേണമെന്ന്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റോഡിൽ കിടക്കുന്ന ഈ ഐലറ്റ് കർട്ടൻസ് നമുക്ക് ഈ ഒരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഡിസ്റ്റൻസ് ഐലറ്റ് കർട്ടൻസിന് വരുന്നത് 50 സെൻറ്റിമീറ്ററാണ്, 50 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എത്ര പീസസ് ഓഫ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കവറേജ് ഏരിയ, ഒരു വിൻഡോയുടെ നമുക്ക് ടോട്ടൽ കവറേജ് ഏരിയ എത്ര നമുക്ക് പീസസ് ഓഫ് കർട്ടൻസ്, റെഡിമെയ്ഡ് ഐലറ്റ് കർട്ടൻസ് വേണമെന്ന് അറിയാനായിട്ട് ആ വിൻഡോയുടെ ടോട്ടൽ ലെന്ത് നമുക്ക് എടുക്കാം. ഇപ്പം സപ്പോസ് അതൊരു 150 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പീസ് ഓഫ് ഐലറ്റ് കർട്ടൻസിന് നമ്മളിങ്ങനെ ഈ ഫോൾഡോട് കൂടി കിടക്കുന്നതിന് 50 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഇതിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ 150 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ ഒരു 3 പീസസ് ഓഫ് ഐലറ്റ് കർട്ടൻസ്. 3 പീസസ് ഓഫ് ഐലറ്റ് കർട്ടൻസ് കൊണ്ട് നമുക്ക് കവറേജ് നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീയാങ് ഷോപ്പ് ആറ്റിങ്ങലിലാണ്, നമ്മളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ്. അവിടെ വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ വരിക. യു ക്യാൻ ആസ്ക് മീ, ഐ വിൽ ബി അവൈലബിൾ ഓവർ ദെയർ. ഓക്കെ.